ഓക്കെ, നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സിവിൽ നിയമ ലംഘനത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ സിവിൽ നിയമ ലംഘനം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മഹാത്മാഗാന്ധി നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമ ലംഘനം. അപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നടത്തിയിട്ടുള്ള രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമ ലംഘനം എന്ന് പറയുന്നത്. 1930 നടന്നിട്ട്. അപ്പോൾ 1930 സിവിൽ നിയമ ലംഘനം നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ്. ഇനി ഇന്ത്യയിൽ ഈ ഒരു സിവിൽ നിയമ ലംഘനം, നിസ്സഹരണം എന്നീ ആശയങ്ങളൊക്കെ ആദ്യമേ അവതരിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു. പക്ഷേ ഗാന്ധിജി ഈ ആശയങ്ങൾ കടമെടുത്തത് ഒരു അമേരിക്കൻ എഴുത്തുകാരനായിട്ടുള്ള ഹെൻറി ഡേവിഡ് തോറോയിൽ നിന്നുമാണ്. ആരാണ്? ഹെൻറി ഡേവിഡ് തോറോ. ഓക്കെ അല്ലേ? ഇനി ഈ നിസ്സഹരണം എന്ന് പറയുന്ന ആശയം തോറോയുടെ വോൾഡൻ എന്ന് പറയുന്ന കൃതിയിൽ നിന്നും, സിവിൽ നിയമ ലംഘനം എന്ന് പറയുന്ന ആശയം തോറോയുടെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന കൃതിയിൽ നിന്നുമാണ് എടുത്തത്. അപ്പോൾ നിസ്സഹരണം തോറോയുടെ വോൾഡൻ എന്ന കൃതിയിൽ നിന്നും, സിവിൽ നിയമ ലംഘനം തോറോയുടെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന കൃതിയിൽ നിന്നുമാണ്. തോറോന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു 1930 സിവിൽ നിയമ ലംഘനം നടക്കാനായിട്ട് കാരണം ആക്ച്വലി 1929 തുടങ്ങി. 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗാന്ധിജി 1930 സിവിൽ നിയമ ലംഘനം സമരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 1929 ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഐക്യദാർഢ്യത്തിലാണ് ഗാന്ധിജി സിവിൽ നിയമ ലംഘന സമരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ സിവിൽ നിയമ ലംഘന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1928 ബർദോളി സത്യാഗ്രഹമാണ്. 1928 ബർദോളി സത്യാഗ്രഹം അത് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഇതിൽ നിന്നും ഇൻസ്പിറേഷൻ വളരെ പ്രേരിപ്പിച്ച സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928 ബർദോളി സമരവും എന്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്? 1929 പൂർണ്ണ സ്വരാജ്, അതായത് ലാഹോർ, ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ലാഹോർ സമ്മേളനത്തിലെ പൂർണ്ണ സ്വരാജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് എന്ത് നടന്നിട്ടുണ്ടായിരുന്നു? 1930 സിവിൽ നിയമ ലംഘനം സമരം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ കടമെടുത്ത ആശയം ഫ്രം ആരായിരുന്നു? ഹെൻറി ഡേവിഡ് തോറോയിൽ നിന്നുമാണ് കടമെടുത്തത്. ഏത് വർഷം? 1930. എന്താണ്? രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ ബർദോളി സമരം. ഈ ബർദോളി എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു സ്ഥലമാണ്. ഈ ബർദോളി ഗുജറാത്തിലെ കർഷകർ ഭൂനികുതി വർധനവിനെതിരെ നടത്തിയ 1928 നടത്തിയ സമരമാണ് ഈ ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ, ഈ സർദാർ എന്ന പേര് പോലും ഈ ഒരു ബർദോളി സമരത്തിന്റെ സേവനത്തിന് അനുസ്മരിച്ചുകൊണ്ടാണ് ആര് കൊടുത്തത്? ഗാന്ധിജിയാണ് വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് വിളിച്ചത്. എന്തുകൊണ്ട്? ഈ ബർദോളി സമരത്തിന്റെ അനുസ്മരണം കൊണ്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ബർദോളി ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ഈ സർദാർ ബർദോളി ഒരു ഗുമ്മില്ലേ, ഒരു ഓളത്തിൽ പോകുന്നില്ല. അപ്പോൾ എന്താണ്? സർദാർ ബർദോളി. അപ്പോൾ അത് മറക്കൂലല്ലോ. അപ്പോൾ ബർദോളി ഗാന്ധി എന്നും അറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലിനാണ്. ഇനി ഈ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് കണ്ണൂരിലെ പയ്യന്നൂരാണ്. ഈ കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത് SA ബറേൽവിയാണ്. ബർദോളി, ബറേൽവി ഒക്കെ ഒരു ഓളം, എല്ലാത്തിനും ഒരു ഓളമുണ്ട്. ഓക്കെ, മാറിപ്പോയില്ലേ? SA ബറേൽവിയാണ് ഈ രണ്ടാം ബർദോളി എന്ന കണ്ണൂരിൻ്റെ പയ്യന്നൂരിനെ വിശേഷിപ്പിച്ചത്. അതും ഫിറോസ് ഷാ മേത്തയ്ക്ക് ഒരു പത്രമുണ്ട്, ബോംബെ ക്രോണിക്കിൾസ്. ഈ ഫിറോസ് ഷാ മേത്തയുടെ പത്രമായിട്ടുള്ള ബോംബെ ക്രോണിക്കിൾസിലാണ് രണ്ടാം ബർദോളി എന്ന പയ്യന്നൂരിനെ SA ബറേൽവി വിശേഷിപ്പിച്ചത്. അപ്പോൾ ഓർത്ത് വെച്ചോ, ബർദോളി സമരം എന്താണ്? ഗുജറാത്തിലുള്ള സ്ഥലമാണ് ഈ ബർദോളി എന്ന് പറയുന്നത്. ഗുജറാത്തിലെ കർഷകരാണെങ്കിൽ ഭൂനികുതി വർധനവിനെതിരെ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. 1928 ഓർത്തുക. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ ഗാന്ധിജി സർദാർ എന്ന് വിളിച്ചത് ഈ ബർദോളി സമരത്തിന് അനുസ്മരിച്ചു കൊണ്ടാണെന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ ബർദോളി ഗാന്ധി എന്ന് അറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ്. രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത് കണ്ണൂരിലെ പയ്യന്നൂരിനാണ്. അങ്ങനെ വിളിക്കാൻ കാരണം ആരായിരുന്നു? വിളിച്ചത് ആരാ? SA ബറേൽവി ആയിരുന്നു. ഫിറോസ് ഷാ മേത്തയുടെ ബോംബെ ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞ പത്രത്തിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഇത്രയും ഓക്കെ അല്ലേ?
ഇനി അടുത്തത് ഈ സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയമാണ് ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനേക്കായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക എന്നിവയൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഉപ്പിൻ്റെ നികുതി എടുത്ത് കളയണം, കൃഷിക്കാർക്ക് 50% നികുതി ഇളവെടുത്ത് കൊടുക്കണം, വിദേശ വസ്ത്രങ്ങൾക്ക് ഇറക്കുമതിക്കുള്ള നികുതി വർദ്ധിപ്പിക്കണം, രാഷ്ട്രീയമായ തടവുകാരെയൊക്കെ വിട്ടയക്കണം, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥ ശമ്പളവും എല്ലാം വെട്ടിക്കുറയ്ക്കണം, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ സംഘമുണ്ട് അതിനെ പിരിച്ചുവിടണം, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കണം, സമ്പൂർണ്ണമായ മദ്യനിരോധനം നടപ്പാക്കണം. ഇത് ഇത്രയുമാണ് സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ സിവിൽ നിയമ ലംഘനം ഞാൻ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഗാന്ധിജി ആണെങ്കിൽ ഇർവിൻ പ്രഭുവിന് 1930 മാർച്ച് 2 ഒരു കത്തയക്കും. ഓക്കെ, ഒരു അറിയിപ്പ് അയച്ചുകൊണ്ട് ഒരു അറിയിപ്പ് അയക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഇർവിൻ പ്രഭുവിന് മാർച്ച് 2 1930 മാർച്ച് 2 ഇർവിൻ പ്രഭുവിന് ഒരു അറിയിപ്പ് അയക്കും. ഈ അറിയിപ്പാണ് പിന്നീട് 11 പോയിന്റ് ഡിമാൻഡ്സ് എന്നറിയപ്പെട്ടത്. 11 പോയിന്റ് ഡിമാൻഡ്സ് എന്താണ്? ഇർവിൻ പ്രഭുവിന് ഗാന്ധിജി മാർച്ച് 2 1930 മാർച്ച് 2 അറിയിച്ച അറിയിപ്പാണ് 11 പോയിന്റ്സ് ഡിമാൻഡ്സ് എന്നറിയപ്പെട്ട. എന്നിട്ട് ഈ ഒരു സിവിൽ നിയമ ലംഘന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്, പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് 1930 ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ ദണ്ഡി യാത്ര നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് നടന്നത്? 1930 ഒരു വർഷമാണ്. 1930 സിവിൽ നിയമ ലംഘനം നടന്നത്. 1930 തന്നെയാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ ദണ്ഡി യാത്ര നടന്നിട്ടുണ്ടാകും. അത് ഓർക്കേണ്ട കാര്യം 78 അനുയായികളെ കൊണ്ട് 35 കിലോമീറ്റർ ദൂരം വരുന്ന ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ദണ്ഡിയിലേക്കുമാണ് 1930 മാർച്ച് 12 ഗാന്ധിജി ആ യാത്ര ആരംഭിച്ചു. അപ്പോൾ എത്ര അനുയായികളുണ്ടായിരുന്നു? 78 അനുയായികളും 385 കിലോമീറ്റർ ദൂരം വരുന്ന സബർമതിയിൽ നിന്നും ദണ്ഡിയിലേക്ക് എന്ന് 1930 മാർച്ച് 12 മാർച്ച് 2 അദ്ദേഹം വന്നിട്ട് അറിയിപ്പ് അയച്ചത് മാർച്ച് 2 അദ്ദേഹം യാത്ര ആരംഭിച്ചത് മാർച്ച് 12 ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ യാത്ര ആരംഭിക്കുന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞ കാര്യമാണ്, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എൻ്റെ ജഡം സമുദ്രത്തിൽ സംഭാവന നൽകും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ദണ്ഡി യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പാണ് ഗാന്ധിജി നടത്തിയ പരാമർശമാണെങ്കിലും ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ മാർച്ച് 12 അദ്ദേഹം ആരംഭിച്ച യാത്ര 1930 ഏപ്രിൽ 6 ആ കഷ്ടപ്പെട്ട് നടന്ന് ആ ഒരു ദണ്ഡിയിലേക്ക് എത്തിയത്. ഓക്കെ, ആ ഏപ്രിൽ 6 എത്തിയ സമയത്ത് രാവിലെ ഒരു 6-6:30 ആയ സമയത്ത് ഉപ്പ് കുറുക്കി നിയമ ലംഘിക്കുകയും ചെയ്തു. ഉപ്പ് കുറുക്കി നിയമം ലംഘിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ വേളയിൽ അഭിപ്രായപ്പെട്ടതാണ്, ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അസ്ഥിവാരം ഇളക്കുകയാണ്, മാറിപ്പോരുത്. തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം ആ ഒരു യാത്ര തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ ജനം അവൻ്റെ സമുദ്രത്തിലേക്ക് സംഭാവന നൽകും എന്ന ഡയലോഗ് പറഞ്ഞത് അപ്പോഴായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ ഒരു അവിടെയൊക്കെ എത്തി, ഏപ്രിൽ 6 അവിടേക്ക് എത്തി, അവിടെ ഉപ്പ് കുറയ്ക്കൽ നിയമം ലംഘിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് എന്താ? ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അസ്ഥിവാരം ഇളക്കുകയാണ്. അപ്പം ഒത്തിരി വർഷം പഠിച്ചു. 1927 ബർദോളി ഓർക്കണം, 1929 ലാഹോർ സമ്മേളനത്തിലുള്ള പൂർണ്ണ സ്വരാജ്യം ഓർക്കണം, 1930 സിവിൽ നിയമം ഓർക്കണം, മാർച്ച് 2 ഇർവിൻ പ്രഭുവിന് അറിയിപ്പ് അയച്ചത് ഓർക്കണം, മാർച്ച് 12 ദണ്ഡി യാത്ര ആരംഭിച്ച് ഓർക്കണം, ഏപ്രിൽ 6 ദണ്ഡി യാത്ര അവസാനിപ്പിച്ച് അവിടെ എത്തിയിട്ട് ഉപ്പ് കുറയ്ക്കൽ നിയമം ലംഘിപ്പിച്ചതും ഓർക്കുക. ഇനി ഈ ഒരു ഉപ്പ് കുറയ്ക്കൽ നിയമമൊക്കെ ലംഘിപ്പിച്ചത് കൊണ്ട് തന്നെ ഗാന്ധിജിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അബ്ബാസ് ദിയാബ്ജിയാണ്. എന്നിട്ട് ഈ അബ്ബാസ് ദിയാബ്ജിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അബ്ബാസ് ദിയാബ്ജിനെ അറസ്റ്റിന് ശേഷം ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം കൊടുത്തത് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ഗുജറാത്തിലെ ധരാസനയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഉപ്പ് സത്യാഗ്രഹ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഗാന്ധിജിനെ കൊണ്ടുപോയി ജയിൽ ഏതായിരുന്നു? യർവാദ ജയിൽ. പിന്നെ ഗാന്ധിജി ഈ സത്യാഗ്രഹത്തിൻ്റെ തുടക്കത്തിൽ ഗാന്ധിജിയുടെ ആകാരത്തെയും പരിഹാസിക്കുകയും മെലിഞ്ഞ ശരീരവും ചിലന്തിവല പോലത്തെ വസ്ത്രവും എന്ന് പുച്ഛിക്കുകയും ചെയ്ത അമേരിക്കൻ മാസികയായിരുന്നു ടൈം മാഗസിൻ. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം അത് ഏറ്റെടുത്തത് അബ്ബാസ് ദിയാബ്ജി ആയിരുന്നു. അബ്ബാസ് ദിയാബ്ജിയുടെ അറസ്റ്റിന് ശേഷം അത് ഏറ്റെടുത്തത് സരോജിനി നായിഡു ആണ്. പിന്നെ ഗാന്ധിജി കൊണ്ടുപോയത് ഏത് ജയിലിലാണ്? യർവാദ ജയിലിലുമാണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഈ ദണ്ഡി യാത്രയ്ക്ക് പോയപ്പോഴാണ് നമുക്ക് എല്ലാവരും ഫേമസ് ആയിട്ട് ആലപിച്ച ഗാനമാണ്
രഘുപതി രാഘവ രാജാറാം, ആ പാട്ട്. അപ്പോൾ ആ പാട്ടിനെ രാംധുൻ എന്നും അറിയപ്പെടുന്നുണ്ടാവും. രാംധുൻ എന്നും അറിയപ്പെടുന്നുണ്ടാവും. ഈ രാംധുൻ എന്ന് പറയുന്ന ഈ ഒരു പാട്ട് ആക്ച്വലി ശ്രീനാമ രാമായണ എന്ന് പറയുന്ന കൃതി, ആരുടെ കൃതി? ലക്ഷ്മണാചാര്യയുടെ കൃതി. അപ്പോൾ ലക്ഷ്മണാചാര്യയുടെ കൃതിയാണ് ശ്രീനാമ രാമായണം എന്ന് പറയുന്നത്. ഈ ലക്ഷ്മണാചാര്യയുടെ കൃതിയായിട്ടുള്ള രാമായണം എന്ന കൃതിയിൽ നിന്നുമാണ് രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ആ ഒരു ഗാനം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ഈ ഈണം കൊടുത്തത്, ഇത്രയും നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈണം കൊടുത്തത് വിഷ്ണു ദിഗംബർ പലുസ്കർ ആണ്. ദിഗംബർ പലുസ്കർ. അപ്പം രഘുപതി രാഘവ രാജാറാം ലക്ഷ്മണാചാര്യയുടെ ശ്രീനാമ രാമായണ കൃതിയിൽ നിന്നും എടുത്തിട്ടാണ്. പാട്ടിന് ഈണം കൊടുത്തത് ആരാണ്? വിഷ്ണു ദിഗംബർ പലുസ്കർ. ഇനി 2021 വന്നിട്ട് നമ്മളെ പുച്ഛിച്ചില്ലേ മറ്റേ ഗാന്ധിജി അങ്ങനെയൊക്കെ പറഞ്ഞ ടൈം മാഗസിൻ. ആ ടൈം മാഗസിനാണ് ലോകത്തെ സ്വാധീനിച്ച ആദ്യ 10 പ്രതിഷേധ സമരങ്ങൾ എന്നൊരു ലിസ്റ്റ് ഇറക്കി. ആ 10 നമ്മൾ ഇന്ത്യയിൽ നിന്നും ആകെ ഒരു സമരമേ വന്നിട്ടുണ്ടാകത്ത് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹമായിരുന്നു. ഇനി ഈ ഉപ്പ് സത്യാഗ്രഹം ബന്ധപ്പെട്ട ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട വനിത എന്ന് പറയുന്നത് രുക്മിണി ലക്ഷ്മിപതി ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു അറിഞ്ഞിരിക്കാം. ഈ ഉപ്പ് പെട്ടെന്നൊരു നിഗൂഢമായ ഒരു വാക്കായി മാറി, ഒരു ശക്തിയായ വാക്ക് എന്ന് അഭിപ്രായപ്പെട്ട ജവഹർലാൽ നെഹ്റു. അപ്പം ഉപ്പിനെ ഒരു നിഗൂഢമായ വാക്ക് എന്നൊക്കെ പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുകഴിഞ്ഞ് ഉപ്പ് സത്യാഗ്രഹ യാത്രയുടെ മോസസിൻ്റെ ഇസ്രായേലിലേക്കുള്ള പാലായനം എന്ന് വിശേഷിപ്പിച്ച PC റോയാണ്. മോസസിൻ്റെ ഇസ്രായേലിലേക്കുള്ള പാലായനം എന്ന് വിശേഷിപ്പിച്ചത് PC റോയാണ്. ഈ സത്യാഗ്രഹത്തെ എൽബയിൽ നിന്നും പാരീസിലേക്ക് നെപ്പോളിയൻ്റെ മടക്കയാത്രയെന്ന് വിശേഷിപ്പിച്ച സുഭാഷ് ചന്ദ്രബോസാണ്. നെപ്പോളിയൻ്റെ മടക്കയാത്ര എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. ഉപ്പ് സത്യാഗ്രഹത്തെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റുവാണ്. ഇനി ഗാന്ധിജിയുടെ ദണ്ഡി യാത്രേനെ ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞത് ലോർഡ് ഇഡ്വിൻ പ്രഭുവാണ്. പിന്നെ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞത് ലോർഡ് ബ്രെയിൽസ്ഫോർഡ് ആണ്. പിന്നെ ഉപ്പ് സത്യാഗ്രഹത്തെ ബ്രിട്ടൻ്റെ ഇന്ത്യയിലെ കോളനി ഭരണത്തിനെതിരെ ലോകമെമ്പാടും പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതും പങ്കുവഹിച്ചും എന്ന് അഭിപ്രായപ്പെട്ട അമേരിക്കൻ പത്രപ്രവർത്തകനാണ് വെബ് മില്ലർ. അപ്പോൾ ഓർക്കണം, ഉപ്പൊരു നിഗൂഢമായ വാക്കെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. മോസസിൻ്റെ യാത്ര എന്നൊക്കെ പറഞ്ഞത് PC റോയാണ്. നെപ്പോളിയൻ്റെ മടക്കയാത്രയായിട്ടൊക്കെ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ശ്രീരാമൻ്റെ ലങ്കയിലെ യാത്ര എന്ന് പറഞ്ഞത് മോത്തിലാൽ നെഹ്റു ആണ്. ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞത് ലോർഡ് ഇർവിൻ ആണ്. കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞത് ബ്രെയിൽസ്ഫോർഡ് ആണ്. ലോകമെമ്പാടും എന്നൊക്കെ പറഞ്ഞത് വെബ് മില്ലർ ആണ്. ഓക്കെ. ഇനി ഈ രണ്ട് യാത്രയിൽ വന്നിട്ട് കുറച്ചധികം മലയാളികൾ പങ്കെടുത്തിട്ടുണ്ട്. 4 മലയാളികളായിരുന്നു. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണൻ നായർ, കോട്ടയം ടൈറ്റസ്, മായങ്കര ശങ്കരൻ, രാഘവ പൊതുവാൾ. ആരൊക്കെയാണ്? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണൻ നായർ, കോട്ടയം ടൈറ്റസ്, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണൻ നായർ, കോട്ടയം ടൈറ്റസ്, മായങ്കര ശങ്കരൻ, രാഘവ പൊതുവാൾ. ഇതിൽ ഈ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണൻ നായർ സാറിനെയാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇനി ഈ മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിലും വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉപ്പ് സത്യാഗ്രഹം ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വേദാരണ്യം വരെ യാത്ര നടത്തിയത് C. രാജഗോപാലാചാര്യാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെന്നും വേദാരണ്യം ഗാന്ധി എന്നും സേലത്തെ മാമ്പഴം എന്നൊക്കെ വിളിക്കുന്ന ആരെയാണ്? ഈ C. രാജഗോപാലാചാര്യയാണ്. അപ്പോൾ എന്താണ്? തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വേദാരണ്യം വരെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട യാത്ര നടത്തിയത് ഈ C. രാജഗോപാലാചാര്യായിരുന്നു. അദ്ദേഹത്തെയാണ് വേദാരണ്യം ഗാന്ധി എന്നും സേലത്തെ മാമ്പഴമെന്നും ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തെയാണ്. ഓർക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ ഉപ്പ് സത്യാഗ്രഹം തമിഴ്നാട്ടിൽ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും പല ആൾക്കാർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൽ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ നേതൃത്വം കൊടുത്തത് റാണി ഗൈഡിൻലു ആണ്. വടക്ക് കിഴക്കൻ പ്രദേശമാണല്ലോ മണിപ്പൂർ. അപ്പം മണിപ്പൂരിലെ റാണി, നാഗന്മാരുടെ റാണി എന്നൊക്കെ ഈ ഒരു റാണി ഗൈഡിൻലുവിനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ വടക്ക് കിഴക്കൻ പ്രദേശത്ത് നേതൃത്വം കൊടുത്തിട്ടുണ്ടായത്
റാണി ഗൈഡിൻലുവാണ്. മണിപ്പൂരിലെ റാണി, നാഗന്മാരുടെ റാണി എന്നൊക്കെ റാണി ഗൈഡിൻലുവിനെ വിശേഷിപ്പിച്ച് ജവഹർലാൽ നെഹ്റു. ഒരു കാര്യം വെച്ചാൽ 1932 ആ സമയത്ത് ഈ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായിട്ട് 16ാമത്തെ വയസ്സിലാണ്, 16 വയസ്സുണ്ടായിരുന്നുള്ളൂ, ജയിലിൽ അടക്കപ്പെടുകയും സ്വാതന്ത്ര്യാനന്തരം ജയിലിൽ മോചിതനാവുകയും ചെയ്ത വനിതയാണ് ഈ റാണി ഗൈഡിൻലു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വടക്കിഴക്കൻ പ്രദേശങ്ങൾ മാത്രമല്ല, കേരളത്തിൽ പയ്യന്നൂരിൽ നടന്നിട്ടുണ്ട്, ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. അത് കേളപ്പൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ കേരള ഗാന്ധി ആരാണ്? കേളപ്പൻ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കേരള ഗാന്ധി കേളപ്പൻ. അതാരാണ്? പയ്യന്നൂരിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. ഇനി വടക്ക് കിഴക്കൻ പ്രദേശം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് റാണി ഗൈഡിൻലു. വടക്ക് പടിഞ്ഞാറ് ആരായിരുന്നു? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. അപ്പോൾ വടക്ക് കിഴക്ക് റാണി ഗൈഡിൻലു, വടക്ക് പടിഞ്ഞാറ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് നേതൃത്വം നൽകിയത്. ഇനി ഈ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ഇന്ത്യയുടെ വടക്ക് കിഴക്ക് പ്രവിശ്യയിൽ നടത്തിയിട്ടാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനായിരുന്നു. ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ എന്ന് വിളിക്കുന്നു. അതിർത്തി ഗാന്ധി എന്ന് പറയുന്നത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. പോർഷാറയിലും ഉപ്പ് സത്യാഗ്രഹം നടത്തുന്ന ആരായിരുന്നു? ഖാൻ അബ്ദുൽ ഖാഫർ ഖാനായിരുന്നു. ഒഡീഷയിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തിയ നേതൃത്വം നൽകിയ ആരായിരുന്നു? ഗോപബന്ധു ചൗധരി. ഇനി അവസാനമായിട്ട് സിവിൽ നിയമ ലംഘന സമരത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ നേട്ടങ്ങളാണ്. ഇന്ത്യൻ ജനതയിൽ രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇന്ത്യക്കാർക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് ബ്രിട്ടീഷുകാർക്ക് ബോധ്യമായി. ലോകത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ അന്തസ്സിന് കോട്ടം തട്ടി. ഇത്രയുമാണ് നേട്ടം. ഇനി സിവിൽ നിയമ ലംഘനത്തിൻ്റെ ഭാഗമായി ബെല്ലാരി ജില്ലയിൽ അടയ്ക്കപ്പെട്ടിട്ട് എത്രയോ ദിവസം ഉണ്ടായിരുന്നെ മറന്നു, അത് എഴുതിയില്ല. ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ വീരമൃത്യു വരിച്ച നേതാവാണ് ഈ പി കുഞ്ഞിരാമൻ അടിയോടി. അപ്പോൾ അടിയോടിയായിരുന്നു, അത് അടിയോടി സാറായിരുന്നു ഈ സിവിൽ നിയമ ലംഘനത്തിൻ്റെ ഭാഗമായി ബെല്ലാരി ജയിലിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവിടെ കിടന്ന് ഉപവാസിച്ച് അവിടെ നിന്ന് വീരമൃത്യു വരിച്ചതുമാരായിരുന്നു പി കുഞ്ഞിരാമൻ അടിയോടിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ദേശീയ പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ കമ്മീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പട്ടികവർഗ കമ്മീഷനുകളുടെ ചുമതലകൾ ഏവ എന്നായിരുന്നു. അതിൽ ഓപ്ഷൻ മീൻസ് ശരിയല്ലാത്തത് ഏതെന്ന് പറഞ്ഞാൽ ചോദ്യം. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ വന്നിട്ട് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രിക്കാണ്. നമുക്ക് കണ്ടപ്പോൾ നമുക്കറിയാൻ തെറ്റാണ്. എന്തുകൊണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പട്ടികവർഗ കമ്മീഷൻ എന്ത് കമ്മീഷനായിരുന്നു? ഒരു ഭരണഘടന കമ്മീഷനാണെന്നും ഒരു ക്വാസി ജുഡീഷ്യലാണെന്നും അതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങൾ റിപ്പോർട്ടും നിയമനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാ? രാഷ്ട്രപതിയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു 3 ടോപ്പിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും കേട്ട് നോക്കണം, അല്ലെങ്കിൽ മറന്നുപോകും. ഓക്കെ.